ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിന്നേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ രണ്ട് ഭാഗങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മുടെ DNA-യുടെ അതേപോലെ തന്നെ RNA-യുടെ കാര്യങ്ങളും പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി, അതായത് നമ്മളിങ്ങനെ സിനിമകളൊക്കെ കാണുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തായിരിക്കും അതിന്റെ ഒരു ഹിസ്റ്ററി കാണിക്കുന്നുണ്ടായിരിക്കാം ആണല്ലോ. അതേപോലെ തന്നെ ഒരു ഹിസ്റ്ററി എവിടെ നിന്നാണ് ഈ പറയുന്ന ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയൊക്കെ ഉടലെടുത്തത്, അതിന് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെയാണ് സാർ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ആളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനുണ്ടായിരിക്കും അല്ലെ. ഇത് ഷാറൂഖ് ഖാനും ഷാറൂഖ് ഖാന്റെ മകനുമാണ്. അപ്പൊ ഷാറൂഖ് ഖാന്റെ മകനും ഷാറൂഖ് ഖാനെയും നമുക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷാറൂഖ് ഖാന്റെ ഒരുപാട് ഫീച്ചേഴ്സ് മകൻ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ ജോലൈൻ ഒക്കെ ഒന്ന് നോക്കൂ. ജോലൈൻ അതേപോലെ തന്നെ നമ്മുടെ ഷാറൂഖ് ഖാന്റെ മോനും കിട്ടിയിട്ടുണ്ട് അല്ലെ. അതായത് അച്ഛന്റെ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ മകന് കിട്ടുന്നു. ദെൻ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ആദ്യം ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, നിവിൻ പോളിയും നിവിൻ പോളിയുടെ മോനും. ഓക്കെ, അവരുടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എക്സാക്ട് സെയിം തന്നെയാണ്. അതായത് അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് ഒക്കെ മക്കൾക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഒരു ഇമേജ് കാണിച്ചു തന്നാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലെ. ഇത് നമുക്ക് കാണുമ്പോൾ ഇതൊരു ഫാമിലി ഫോട്ടോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെ? സെറ്റ് അല്ലേ? നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു. ആൻഡ് ആ രണ്ട് കുട്ടികളുടെ തലമുടി നോക്കിക്കഴിഞ്ഞാൽ അതേ തലമുടി തന്നെയാണ് ആ കുട്ടികളുടെ അമ്മയ്ക്കും ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി അച്ഛന്റെയും അമ്മയുടെയും എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അതായത് സന്താനങ്ങൾക്ക് ഓഫ് സ്പ്രിങ്ങിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അച്ഛൻ്റെ അമ്മയുടെയും ക്യാരക്ടേഴ്സ് മാത്രമാണോ കിട്ടുക നമ്മുടെ കുട്ടികൾക്ക്? അല്ല അല്ലേ. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന നിങ്ങളുടെ ലാലേട്ടനെയും അതേപോലെ തന്നെ ലാലേട്ടന്റെ മകൻ അതായത് പ്രണവ് മോഹൻലാലിനെയും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരേതാണ്ട് ഒരു എന്താ പറയാ എക്സാക്ട് അത് തന്നെയാണ് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഓക്കെ, അച്ഛനെയും മകനെയും കണ്ടു കഴിഞ്ഞാൽ അത് അച്ഛനാണ് മകനാണ് എന്ന് വേർതിരിച്ചേ നമുക്ക് അറിയാനായിട്ട് പറ്റാറുണ്ട്. അതേപോലെ തന്നെയാണ് മമ്മൂക്കയുടെയും DQന്റെയും കാര്യം. രണ്ട് സ്റ്റൈലാണ്. അപ്പൊ ഇത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാൻ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അച്ഛന്റെയും അമ്മയുടെയും അല്ലാത്ത ക്യാരക്ടേഴ്സ് ആർക്ക് കിട്ടുന്നുണ്ടായിരിക്കും? മക്കൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് നമുക്ക് ജനറ്റിക്സിലെ ജനിതക ശാസ്ത്രത്തിൽ ആദ്യം പഠിക്കാനായിട്ടുള്ളത്. സോ ആ രണ്ട് വാക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് അതുപോലെ മക്കൾക്ക് കിട്ടുന്നു. നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അമ്മയുടെ പോലത്തെ നീളമുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യമാണ്, ഹെയർ ഓയിൽ തേച്ചിട്ടുള്ളതൊന്നല്ല, നമുക്ക് പാരമ്പര്യമായി കിട്ടിയതുള്ളതൊക്കെയാണ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ അച്ഛന്റെയും അമ്മയുടെയും അതേപോലത്തെ ക്യാരക്ടേഴ്സ്, സെയിം ക്യാരക്ടേഴ്സ് മക്കൾക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഹെറിഡിറ്റി. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു വാക്കാണ് വേരിയേഷൻ. അച്ഛന്റെയും അമ്മയുടെയും അല്ലാത്ത ക്യാരക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കും, നീ എന്താണ്, നിന്റെ സ്വഭാവം മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, അച്ഛനമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊന്നല്ലോ, അച്ഛനമ്മയ്ക്ക് നല്ല ഡീസന്റ് ആണെന്ന് നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തില് അച്ഛന്റെയും അമ്മയുടെയും അല്ലാത്ത ക്യാരക്ടേഴ്സ് നമുക്ക് ചില വ്യത്യാസങ്ങളോട് കൂടിയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നതായിരിക്കും. സോ രണ്ട് ടേമുകൾ നമുക്ക് കിട്ടി, അതാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഹെറിഡിറ്റി, അതിന്റെ മലയാളത്തിൽ നമ്മൾ എന്താ വിളിക്കുക? പാരമ്പര്യം എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഹെറിഡിറ്റി എന്താണ്? നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് അതേപോലെ നമുക്ക് കിട്ടുന്നതിനെയാണ്, മാതാപിതാക്കളുടെ ക്യാരക്ടേഴ്സ് അതുപോലെ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. സെറ്റ് അല്ലേടാ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് അതേപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹെറിഡിറ്റി എന്ന് വിളിക്കാം, പാരമ്പര്യം എന്ന് വിളിക്കാം. അടുത്തത് എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും അല്ലാത്ത ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ആ ബ്ലൂ കളറിൽ കാണുന്നത് മാത്രം ഒന്ന് നോക്കൂ. ഡിഫർ ഫ്രം ദെയർ പാരന്റ്സ്, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വ്യത്യാസമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, അതായത് ഓഫ് സ്പ്രിങ്സിന്, സന്താനങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഹെറിഡിറ്റിനെയും വേരിയേഷനെയും പിന്നെ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പഠിച്ച നമ്മുടെ ജീൻ ഓർമ്മയുണ്ടോ? ജീനിനൊക്കെ ഓർമ്മയുണ്ടോ? ആ ജീനിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. നോക്കിയേ, ജീൻ
ജീൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻ, ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. സെറ്റ് അല്ലേ? ഈ ഒരു 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ ഹെറിഡിറ്റി പറഞ്ഞു, രണ്ടാം നമ്മൾ വേരിയേഷൻ പറഞ്ഞു, ദെൻ ഇത് രണ്ടെണ്ണത്തിനെയും പ്ലസ് നമ്മുടെ ജീനുകളെ കൂടെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ്. സെറ്റ് ആണ്. അപ്പൊ ഈ ഒരു ജനറ്റിക്സ് നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ ജനറ്റിക്സിനെ കുറിച്ചൊക്കെ ആർക്കെങ്കിലും അറിയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ജനറ്റിക്സ് ഇപ്പോൾ DNA ആണ്, ഇത് RNA ആണെന്നൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് തരേണ്ടി വരുമായിരിക്കും അല്ലേ? അപ്പോ അതുപോലെ തന്നെ ഈ ഒരു ജനിതക ശാസ്ത്രമൊക്കെ നമുക്ക് പഠിക്കാൻ കാരണമായിട്ടുള്ള ആളാണ് സാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. ഒരു പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രിഗർ ജൊഹാൻ മെന്റൽ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും മെന്റൽ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരിക്കും. വാട്ട് എവർ, ആ പരീക്ഷണങ്ങൾ കൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോ ഇത്തരത്തിലുള്ള നമ്മളും ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി വർക്കൗട്ട്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോർമലി ബോറടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് അല്ലേ? പക്ഷെ ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയോ? ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ കുറച്ച് പയർ ചെടികളെ വളർത്തി. പയർ ചെടികളെ വെച്ചിട്ട് ഇദ്ദേഹം വർഗസങ്കരണ പരീക്ഷണങ്ങൾ, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഇദ്ദേഹം ചെയ്തു. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഈ ഒരു DNA ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്നതാണ് ഫാദർ ഓഫ് ജനറ്റിക്സ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ സ്വന്തം ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്നാണ്. 1 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ്. ഇപ്പൊ മാത്രമല്ല, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാദർ ഓഫ് ജനറ്റിക്സ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഈ കാണുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രിഗർ ജൊഹാൻ മെന്റൽ. സെറ്റ് അല്ലേ? അപ്പോ ഇദ്ദേഹം ഏത് ചെടിയിലാണ് പരീക്ഷണം നടത്തിയെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. പരീക്ഷണം നടത്തിയത് പീ പ്ലാന്റ്സിലാണ്. പീ പ്ലാന്റ്സ് അഥവാ പയർ ചെടി. ആ പയർ ചെടിയിൽ ഇദ്ദേഹം നടത്തിയ പരീക്ഷണത്തിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് അഥവാ വർഗസങ്കരണ പരീക്ഷണങ്ങൾ. വർഗസങ്കരണ പരീക്ഷണങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നതായിരിക്കാം. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രോ പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഫേസ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഇദ്ദേഹം കാരണമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ ഇടയായത്. ബേസിക്കലി നമ്മൾ താങ്ക്ഫുൾ ആണ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഞങ്ങൾ എന്തിനാ പഠിപ്പിക്കണേ എന്നുള്ള തോട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന DNA ജീൻ, അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിംഗ്, DNA ടെസ്റ്റിംഗ്, ഫോറൻസിക്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ നമുക്ക് സഹായിച്ചത്, ആദ്യകാലത്ത് സഹായിച്ചത് ആരായിരുന്നു? ഇദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമൊന്നും ആരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇദ്ദേഹം വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു പരീക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ ചെയ്തതിൽ നിന്ന് ഇദ്ദേഹം കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ലോന്റെ പേരാണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അഥവാ മലയാളത്തിൽ അതിനെ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ കാലത്ത് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പ്രസന്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ ചെയ്ത പരീക്ഷണങ്ങൾ നമ്മൾ ഈ ഒരു ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം പോയി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. അതായത് നിനക്ക് മെന്റൽ ആടാ, നിനക്ക് പ്രാന്താടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഏതാണ്ട് ഒരു 1884 ആകുമ്പോഴത്തേനും അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് അപ്പൂപ്പന്മാര് വേറെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ അപ്പൂപ്പന്റെ പേരാണ് ഹ്യൂഗോ ഡി വ്രിസ്. നല്ലൊരു സുന്ദരൻ അപ്പൂപ്പനാണ് ഇദ്ദേഹവും. അതേപോലെ തന്നെ കാൾ കോറൻസ് എന്ന് പറയുന്ന വേറൊരു അപ്പൂപ്പൻ. ദെൻ വേറൊരു ആളും കൂടി ഉണ്ട്, എറിക് വോൺ ഷെമാർക്ക് എന്ന് പറയുന്ന വേറെ 3 ആൾക്കാർ ഇദ്ദേഹത്തിന്റെ സ്റ്റഡികളെ കുറിച്ച് കാര്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇവരിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ മെന്റലിന്റെ പരീക്ഷണങ്ങളൊക്കെ ഇന്നത്തെ ശാസ്ത്ര ലോകം അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്നുണ്ടെങ്കിലും ഈ 3 പേരുടെ പേരൊന്ന് നിങ്ങൾ പഠിക്കണം. ഏതാണ്? 1900 ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ 3 പേര് ഈ ഡാർവിനല്ല, നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെന്റൽ അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്നും കൂടി സ്റ്റഡി ചെയ്യാൻ എടുത്തത്. അപ്പൊ ആ പേരുകൾ ഹ്യൂഗോ ഡി വ്രിസ്,
കാൽ കോറൻസ്, എറിക് വോൺ ഷെമാർക്ക് എന്ന് പറയുന്ന 3 ആൾക്കാർ വന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കുറെ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ഇനി ആദ്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. പരീക്ഷണങ്ങളാണ്, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇത്ര നേരം കണ്ട പോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇനി നമ്മൾ പരീക്ഷണങ്ങളിലേക്കാണ്. എങ്ങനെയാണ് മെന്റൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു ബയോളജിയുടെയും മാത്തമാറ്റിക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാണെന്ന് സാറ് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷണങ്ങളാണ് സാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള എല്ലാ ടെസ്റ്റ് ട്യൂബുകളും പയർചെടികളും ഒക്കെ റെഡിയാണ്. പക്ഷേ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ മാത്തമാറ്റിക്കലി നമുക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്ത പരീക്ഷണത്തിന്റെ പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് നമ്മൾ വിളിക്കുന്നതായിരിക്കും. മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? മോണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മോണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നാണ്. അതായത് ഒരു ക്യാരക്ടർ മാത്രം എടുത്തിട്ട് പരീക്ഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നതായിരിക്കാം. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? ഈ പറയുന്ന പയർചെടികളെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പയർചെടികൾക്ക് ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ ഫിസിക്കലി കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സ്കിന്നിന്റെ കളർ, അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ, ഇതൊക്കെ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ചെടികൾക്ക് ഉണ്ടായിരിക്കുക? ഒന്ന് ഓർത്തു നോക്കിയേ. ചെടികൾക്ക് ഏതൊക്കെ നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇപ്പൊ ചെടിയുടെ നീളം കൂടുതലുള്ള ചെടി ഉണ്ടായിരിക്കും, നീളം കുറവുള്ള ചെടി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ എന്താ പറയാ, ഇപ്പോ പൂവിന്റെ കളർ, അതായത് കളർ ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അല്ലേ? പലതരത്തിലുള്ള കളറുകളുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ക്യാരക്ടറാക്കി എടുക്കുന്നത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക. അതായത് ഉയരം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് വിചാരിക്കാം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ക്യാരക്ടറിന് തന്നെ 2 ഗുണങ്ങൾ ഉണ്ടായിരിക്കാം, 2 ട്രെയ്റ്റുകൾ ഉണ്ടായിരിക്കാം. ഏതൊക്കെയായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ 2 ഗുണങ്ങൾ. ഹൈറ്റ് കൂടുതൽ ഉണ്ടായിരിക്കാം, ഹൈറ്റ് കുറവ് ഉണ്ടായിരിക്കാം. ഹൈറ്റ് കൂടുതലിനെ ഞാൻ എന്തെന്നാണ് വിളിക്കുന്നതെന്ന് അറിയോ? ടോൾ എന്നാണ് വിളിക്കുന്നത്, ഉയര കൂടുതൽ. ഹൈറ്റ് കുറഞ്ഞതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡ്വാർഫ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാരക്ടർ. ഓക്കെ, ഈ ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ക്യാരക്ടറിന് തന്നെ എത്ര ഗുണങ്ങളുണ്ട്? ടോൾ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, ഡ്വാർഫ് എന്ന് പറയുന്ന 2ാമത്തെ ഗുണമുണ്ട്. ഈ ഗുണങ്ങളെയാണ് നമ്മൾ ട്രെയ്റ്റ് അഥവാ ഗുണങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണോ? അപ്പൊ ക്യാരക്ടറും ട്രെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ്, അതിന്റെ 2 ഗുണങ്ങളാണ് ടോളും ഡോർഫും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ ഒരൊറ്റ ക്യാരക്ടർ മാത്രം വെച്ച് നമ്മൾ പരീക്ഷണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമേ എടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഒരൊറ്റ ക്യാരക്ടർ എടുത്താലും അതിന് എത്ര ഗുണങ്ങൾ ഉണ്ടായിരിക്കും? ഒരു പെയർ ഓഫ് ഗുണങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 ഗുണങ്ങൾ ഉണ്ടായിരിക്കും. സോ അതിനെയാണ് നമ്മൾ ബേസിക്കലി മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഒരൊറ്റ ക്യാരക്ടർ, അറിയാത്തവരെ എഴുതി വെച്ചോളൂ. 1 ക്യാരക്ടർ അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടർ എന്നൊന്ന് എഴുതി വെക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസ് സിംഗിൾ ക്യാരക്ടർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതാണ് പറയുന്നത് സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. അതാണ് പറയുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? പരീക്ഷണം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഈ പരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഗുണത്തിനെയും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജീനിന് 2 അല്ലീലുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ടോൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഞാൻ സാർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ടോൾ എന്ന് പറയുന്ന ഒരു സംഭവം, ഓക്കെ, ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ എടുക്കുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണെന്ന് അറിയോ? ക്യാപിറ്റൽ ടി. ഓക്കെ, അതേപോലെ തന്നെ ഡ്വാർഫിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ടി വെച്ചിട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് രണ്ടും ഹൈറ്റിന്റെ 2 ഡിഫറെന്റ് ട്രേറ്റ്സ് അല്ലേ? ഇപ്പൊ 2 കാര്യങ്ങൾ, ഇപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ലെറ്ററും ഞാൻ എടുത്തിട്ടുണ്ട്, സ്മോൾ ടി എന്ന് പറയുന്ന ലെറ്ററും ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അല്ലീൽസ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അല്ലീൽസ്
2 ഡിഫറെന്റ് ഫോംസ്. ഓക്കെ, 2 ഡിഫറെന്റ് ഫോംസിനെയാണ് നമ്മൾ അല്ലീൽ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അതും കൂടെ എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ പരീക്ഷണങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് തുടങ്ങിയാലോ? പരീക്ഷണം ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ടോൾ പ്ലാന്റിനെയാണ് നമ്മൾ എടുക്കുന്നത്. ടോൾ പ്ലാന്റ് അഥവാ ഉയരം കൂടിയ ചെടി. ടോൾ പ്ലാന്റ്. ഓക്കെ, ഉയരം കൂടിയ ചെടിയാണ് കേട്ടോ. ഉയരം. ഓക്കെ, ഉയരം കൂടിയ ചെടീനെയാണ് നമ്മൾ എടുക്കുന്നത്. ഉയരം കൂടിയ ചെടീനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ടി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇതിനെ ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നത് ഉയരം കുറവുള്ള ചെടി വെച്ചിട്ടാണ്, അതായത് ഡ്വാർഫ് പ്ലാന്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? ഇതിനെ എക്സ്പെരിമെന്റ്, അതായത് ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഉയരം കുറഞ്ഞ ചെടി. ഓക്കെ, ഉയരം കൂടിയ ചെടി, ഉയരം കുറഞ്ഞ ചെടീനെ നമുക്ക് എന്തെടുക്കണ്ടേന്ന് അറിയാം. ഇപ്പൊ ഡ്വാർഫ് എന്ന് എടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് ഇവിടെ ഡി എന്ന ലെറ്റർ എടുക്കാൻ പാടില്ല. ഏത് ലെറ്റർ ആണോ ഇവിടെ എടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ഇൻ ദ സെൻസ് അതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സെറ്റ് അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ലേ? ഈ ടീയും ഇങ്ങനെ അടുത്ത് നിൽക്കുക. അതേപോലെ തന്നെ ഈ ടീയും ഇവിടെ ഇങ്ങനെ അടുത്ത് നിൽക്കുക. നമുക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇത് രണ്ടും അല്ലീലുകളാണെന്ന് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അല്ലീലുകളെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തിട്ട് വട്ടമിടണം. ഓക്കെ, ഈ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്ന വട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക? ഗാമീറ്റ്സ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ വട്ടമിട്ട സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക? ഗാമീറ്റുകൾ അഥവാ ലിംഗകോശങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം അവിടെ എന്തുണ്ടാവണം? ഗാമീറ്റുകളെ ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗാമീറ്റുകളെ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് നോക്കി, ഈ ഗാമീറ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണവും സെയിമാ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എന്തിനാ നമ്മുടെ സമയം വെറുതെ കളയണേ? ഒരെണ്ണം മാത്രം ഞാൻ എടുത്തു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെയിമാ, അപ്പോഴും ഒരെണ്ണം മാത്രം എടുത്തു. ഓക്കെ, ഇത് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയൂ? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ടോൾ, ഉയരം കൂടിയ ചെടിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മെന്റൽ ആയിപ്പോയി. അതെന്താ നോക്കിക്കഴിഞ്ഞാൽ, ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും, അതായത് ഉയരം കൂടിയ ചെടീനെയും ഉയരം കുറഞ്ഞ ചെടീനെയും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ബേസിക്കലി ഒരു ഇടത്തരം ഉയരമുള്ള ചെടിയാണല്ലോ. പക്ഷേ ഇവന് കിട്ടിയിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? ഈ പറയുന്ന ഉയരം കൂടിയ ചെടിയായിരുന്നു. പക്ഷെ അതിന്റെ ജീനുകളിൽ എന്തോ മാറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഉയരം കൂടിയതിന് ക്യാപിറ്റൽ ടി ആയിരുന്നു. ഇവിടെ ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പോഴും മെന്റലിനാകെ കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പരീക്ഷണം നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നാ വേണ്ട പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിനെ മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മെന്റൽ ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല. ഈ ഒരു ചെടീനുണ്ടല്ലോ, ഈ ഒരു ചെടീനെ ആ ഒരു ചെടി കൊണ്ട് തന്നെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം ചെയ്തു. ഓക്കെ, സെയിം പ്ലാന്റ് വെച്ചിട്ട് പോളിനേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, സെൽഫ് പോളിനേഷൻ ചെയ്തു. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈ പറയുന്ന ഒരു ചെടീനെ എടുത്തിട്ട് സെൽഫ് പോളിനേഷൻ അഥവാ സ്വപരാഗണമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് മാറ്റണം. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഈ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ നമുക്കിവിടെ ക്യാപിറ്റൽ ടി സെപ്പറേറ്റ് ആയി, സ്മോൾ ടി സെപ്പറേറ്റ് ആയി. സെറ്റ് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ത് ചെയ്തു? നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ ടി സെപ്പറേറ്റ് ചെയ്തു, ദെൻ സ്മോൾ ടീനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഇവിടെ രണ്ടെണ്ണത്തിനെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഒരെണ്ണത്തിനെ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാ? രണ്ടും സെയിം ആയതുകൊണ്ടാ. ഇവിടെ രണ്ടും സെയിം ആണോ? ഒരെണ്ണം ക്യാപിറ്റൽ ടിയും ഒരെണ്ണം സ്മോൾ ടിയും സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഇതിനെങ്ങനെ മാറ്റി കളയാനായിട്ട് പറ്റില്ല. ഇനിയാണ് നമ്മുടെ മാത്സ് തുടങ്ങാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മാത്സിലെ രണ്ട് ടേംസ് ഇവിടെ ഇൻറ്റു 2 ടേംസ് ഇവിടെ തന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ നോർമലി ചെയ്യുന്നുണ്ടായിരിക്കുക? ഇതിനെ ഇത് രണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യും അല്ലെ? അതേപോലെ തന്നെ ഇതിനെ ഇത് രണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ടി ആയിട്ട് ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്തു. ക്യാപിറ്റൽ ടി കിട്ടി. ദെൻ ഇതിനെ ഇതുമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി നമുക്ക് കിട്ടി. ദെൻ അടുത്തത് ഇതിന്റെ കഥ കഴിഞ്ഞു. ഇവിടെയാണ് ഈ അടുത്ത കഥ. ഇതിനെ ഇതുമായി ട്രീറ്റ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ദെൻ ഇതിനെ ഇതുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ സ്മോൾ ടി ആയി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനൊന്ന് നോക്കൂ. ക്യാപിറ്റൽ ടി ആകുമ്പോൾ ഏത് ക്യാരക്ടറിലായിരിക്കും, ഏത് സവിശേഷതയിലായിരിക്കും നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ടായിരിക്കുക? ക്യാപിറ്റൽ ടി ഏതാണ്? ഉയരം കൂടുതലായിരിക്കും, ടോൾ ആയിരിക്കും.
ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതും ടോൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് അഗെയിൻ ടോൾ ആണ്. ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി അഗെയിൻ ഇതും ടോൾ ആണ്. ദെൻ സ്മോൾ ടി അത് മാത്രം ഡ്വാർഫ് ആണ്. അങ്ങനെ മെന്റലിന് സമാധാനമായി. ഈ ഡാർഫിനെ കിട്ടാഞ്ഞിട്ടാണ്, അതായത് ആദ്യത്തെ പരീക്ഷണം ചെയ്തപ്പോ F1 തലമുറയിലെ ആദ്യത്തെ ജനറേഷനിലെ നമുക്ക് ഈ ക്യാരക്ടർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനെന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, എഗെയിൻ സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോൾ ആ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടി. സെറ്റ് അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ് ഇനി സാർ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. ഫീനോടൈപ്പ് മലയാളത്തിലും ഫീനോടൈപ്പ് എന്ന് തന്നെയാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. എടാ ഫീനോടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഫീനോടൈപ്പ് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ, ഇതിനകത്ത് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ, കാണാൻ പറ്റുന്ന ക്യാരക്ടർ ഏതൊക്കെയാണ്? ടോളിനെ നമുക്ക് കാണാൻ പറ്റുമോ നോക്കിയേ, ഉയരം കൂടുതൽ നമുക്ക് കാണാൻ പറ്റില്ലേ? അപ്പോൾ കാണാൻ പറ്റുന്ന ക്യാരക്ടറിനെയാണ്, ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കൂ. അപ്പോൾ ടോൾ എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവബിൾ ആണ്. ടോൾ എന്ന് പറയുന്നത് ഒബ്സർവബിൾ ആണ്. ഡ്വാർഫോ ഉയരം കുറവുള്ളത്, അതും നമുക്ക് ഒബ്സർവബിൾ ആണ്. സോ ഡ്വാർഫ്. ഇതാണ് ഇവരുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. സിംപിളി മനസ്സിലാക്കി വെക്കുക. ഫീനോടൈപ്പ് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ദെൻ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ടോൾ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കിയാലോ. 1 2 3 എണ്ണം ഉണ്ട്. സോ ആദ്യത്തെ നമുക്ക് 3 എന്ന് എഴുതാം. ഡ്വാർഫ് എത്ര എണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ. സോ 3:1 എന്ന് പറയുന്നതാണ് ഇതിന്റെ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇനി ഇതിന് കാരണമായിട്ടുള്ള ജീനിന്റെ ടൈപ്പ് അത് വേറെയാണ്. അതായത് സിംബൽസ് വെച്ചിട്ട് കണക്ട് എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കൂ. ക്യാപിറ്റൽ ടി എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, അത് വേറെയാണ്. ദെൻ അടുത്തത് ഏതാ? സ്മോൾ ടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ലെറ്റർ വെച്ച് പറയുന്നതിനെ, അല്ലെങ്കിൽ ഇതിന് കാരണമായിട്ടുള്ള ജീനിന്റെ ടൈപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് സിമ്പിൾ അത് ജീനോടൈപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. ജീനോടൈപ്പ്. സെറ്റ് അല്ലേ? ജീനോടൈപ്പ് എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഈ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? ഒന്നൊന്നും നോക്കി നോക്കിയ റേഷ്യോ. ക്യാപിറ്റൽ ടി ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ക്യാപിറ്റൽ ടി 1 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സോ 1 ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടോ ഒരെണ്ണം ഇവിടെ. സോ 1:2 കിട്ടി. ദെൻ സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. സോ 1:2:1 ആയിരിക്കും ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഉയരം കൂടിയ ചെടീനെ ഉയരം കുറവുള്ള ചെടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവാണ്? ക്രോസ് ചെയ്യാനായിട്ട് പോവാണ്. ആ ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഉയരം കൂടിയ ചെടീനെ ക്യാപിറ്റൽ ടി എന്ന് ഡിനോട്ട് ചെയ്തു. ഉയരം കുറഞ്ഞ ചെടിയെ സ്മോൾ ടി എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്ന് ഗാമീറ്റിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 2 ആൾക്കാരെ അടുത്തെടുക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഇത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം. ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. സെപ്പറേറ്റ് ചെയ്തു, വട്ടമിട്ടാൽ ആരുണ്ടായെന്ന് അർത്ഥം? വട്ടമിട്ടാൽ ഗാമീറ്റ്സ് അഥവാ ബീജകോശങ്ങൾ ഉണ്ടായി എന്നാണ് അർത്ഥം. സോ ആ ബീജകോശങ്ങളെ പിടിച്ച് കൂട്ടിച്ചേർത്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ജീനിന്റെ ടൈപ്പ്. പക്ഷേ ഒബ്സർവ് ചെയ്ത ക്യാരക്ടർ എന്തായിരുന്നു? ടോളായിരുന്നു. കൺഫ്യൂഷനായി. ഉയരം കൂടിയ ചെടീനെയും ഉയരം കുറഞ്ഞ ചെടീനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഉയരം കുറഞ്ഞ ആ ഒരു ക്യാരക്ടറേ കാണാനില്ല. അപ്പൊ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. സെൽഫ് പോളിനേഷൻ ചെയ്ത സമയത്ത് F2 ജനറേഷനിൽ, 2ാമത്തെ ജനറേഷനിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടി. അങ്ങനെ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിച്ചു. ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഇതിന് കാരണമായിട്ടുള്ള ജീനിന്റെ ടൈപ്പിനെ, അതായത് സിംബൽസ് വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെക്കാടാ. സിംബൽസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് എന്തെന്ന് കിട്ടി? ജീനോടൈപ്പ് എന്ന് നമ്മൾ വിളിച്ചു. ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ഇങ്ങനെ വരച്ച് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് വന്നത്, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത്
കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ക്രോസ് ഇതേപോലെ തന്നെ വരയ്ക്കാനൊക്കെ നിങ്ങളുടെ എക്സാമിനകത്ത് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ സമയമെടുത്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു ക്രോസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇനി അടുത്തത് നോക്കാനായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് ആ സ്ലൈഡും കൂടെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലീൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഒരു അല്ലീലാണ്, സ്മോൾ ടി എന്ന് പറയുന്നത് വേറൊരു അല്ലീലാണ്. ഓക്കെ, അപ്പോൾ ഒരു ജീനിന്റെ ഡിഫറെന്റ് ടൈപ്സിനെയാണ് നമ്മൾ അല്ലീൽ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഈ ഒരു ക്രോസ് സാർ ചെയ്ത ക്രോസ് തന്നെയായിരുന്നു. ആദ്യം നമ്മൾ പാരന്റൽ പ്ലാന്റ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, മദർ പ്ലാന്റ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ഈ പറയുന്ന ടോൾ പ്ലാന്റ്, ഉയരം കൂടിയ ചെടീനെ ഉയരം കുറഞ്ഞ ചെടിയുമായിട്ട് എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉയരം കുറഞ്ഞ ചെടീനെ ഇവിടെ എടുത്തേക്കാൻ നോക്കൂ, ക്യാപിറ്റൽ ടി എന്നാണ്. ഉയരം കുറഞ്ഞ ചെടിയെ നമ്മൾ സ്മോൾ ടി ഇവിടെ എന്താണോ എടുത്തിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എടുക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, ഇനി അടുത്ത ജനറേഷനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? ആദ്യം ഉണ്ടാക്കേണ്ടത് ഗാമീറ്റുകളെയാണ്, ബീജകോശങ്ങളെയാണ്. എങ്ങനെ ഉണ്ടാക്കാം? അടുത്തിങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഗാമീറ്റിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഗാമീറ്റിനെ ഉണ്ടാക്കി അവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗാമീറ്റും കിട്ടി, ഇവിടെ സ്മോൾ ടി എന്ന് പറയുന്ന ഗാമീറ്റും കിട്ടി. ദെൻ അതിനെ പിടിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതിന്റെ ക്യാരക്ടർ എന്തായിരുന്നു? ടോൾ തന്നെയായിരുന്നു. ഈ ക്യാരക്ടർ കിട്ടിയില്ല. ആ ക്യാരക്ടർ കിട്ടാത്തതുകൊണ്ട് ഇതിനെ പിടിച്ച് എന്ത് ചെയ്തു? ഈ പറയുന്ന സെൽഫ് പോളിനേഷൻ, ആ ചെടീനെ ആ ചെടി കൊണ്ട് തന്നെ സ്വപരാഗണം ചെയ്തു. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സെൽഫ് പോളിനേഷൻ. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നത്. സാറ് വരച്ച് കാണിച്ച സെയിം സാധനം തന്നെ ആയതുകൊണ്ട് സാറ് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു രീതിയിൽ കാണാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സംഭവം വന്നതെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സാറ് വരച്ച് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് തിയറി ഒക്കെ ഉണ്ടാക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീനോടൈപ്പ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഫീനോടൈപ്പ് എന്താണ്? കാണാൻ പറ്റിയിട്ടുള്ളത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടുള്ളത്, ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫീനോടൈപ്പ് എന്ന് വിളിച്ചു. അതിന് കാരണമായിട്ടുള്ള ജീനിന്റെ ടൈപ്പാണ് ജീനോടൈപ്പ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫീനോടൈപ്പ് എന്താണ്? ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഫീനോടൈപ്പ്. അതിന് കാരണമായിട്ടുള്ള ജീനിന്റെ ടൈപ്പാണ് ജീനോടൈപ്പ് എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ജീനോടൈപ്പും ഫീനോടൈപ്പും നമുക്ക് കിട്ടി. ഓക്കെ, അത് ഏതൊക്കെ അനുപാതത്തിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതൊക്കെയായിരുന്നു? ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:2:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ സാറ് ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൽ നിന്ന് മെന്റൽ ഒരു നിയമത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ നിയമം, മെന്റലിന്റെ ആദ്യത്തെ നിയമമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ആ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് ഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസ് എന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ലോ ഓഫ് ഡോമിനൻസ് മെന്റലിന്റെ ആദ്യത്തെ നിയമമാണ്. അപ്പൊ ആ ലോ ഓഫ് ഡോമിനൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു അറിയോ? രണ്ട് വിപരീത ഗുണങ്ങളെയാണ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് അല്ലെ? രണ്ട് വിപരീത ഗുണങ്ങൾ, ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു അല്ലേ? അപ്പൊ ഒരെണ്ണം മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലേ? ഒരെണ്ണം മാത്രം എക്സ്പ്രസ് ചെയ്തു. ഒരെണ്ണത്തിന് ഇതിനെ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താണ്? ടോളിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലീലാണ്. ഇത് മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റി. മറ്റേത് എന്ത് ചെയ്തു? ഒളിച്ചിരുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ നിയമം പറയുന്നത്. രണ്ട് വിപരീത ഗുണങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം കാണാനായിട്ട് പറ്റും, ഒരെണ്ണം മാത്രം എക്സ്പ്രസ് ആവും, മറ്റേത് എന്ത് ചെയ്യും? ഹൈഡ് ആയിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് മെന്റലിന്റെ ആദ്യത്തെ നിയമം പറയുന്നത്, മെന്റൽസ് ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ, നമുക്കറിയാം ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹൈറ്റ് എന്ന് പറയുന്നതായിരുന്നു ഒരു ക്യാരക്ടർ അല്ലെ? ഉയരം എന്ന് പറയുന്നതായിരുന്നു ഒരു ക്യാരക്ടർ. അതിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങളാ. ഏതൊക്കെയാ? ഉയരക്കൂടുതലും ഉയരക്കുറവും. അതാണ് രണ്ട് ഘടകങ്ങൾ. അതാണ് ആദ്യത്തെ പോയിന്റുമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം മാത്രമേ നമുക്ക് എക്സ്പ്രസ് ആവുന്നുണ്ടായിരിക്കുള്ളൂ, ഒരെണ്ണം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. മറ്റേത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതർ റിമെയിൻസ് ഹിഡൻ. മറ്റേത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയ ക്യാരക്ടറിനെയാണ് നമ്മൾ ഡോമിനന്റ് ട്രേറ്റ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ടീനെ ആയിരിക്കും അപ്പൊ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക? ഡോമിനന്റ് ട്രേറ്റ്. ഓക്കെ, ഡോമിനന്റ് ട്രേറ്റ് ഇവിടെ. ഓക്കെ, ഡോമിനന്റ് ട്രേറ്റ്. ഓക്കെ, ഡോമിനന്റ് ട്രേറ്റ് അഥവാ പ്രകട ഗുണം എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. പ്രകട ഗുണം.
പ്രകട ഗുണം. ഓക്കെ, അതാണ് ഡോമിനന്റ് ട്രേറ്റ്. നമുക്ക് ഒരെണ്ണം മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അപ്പിയർ ചെയ്ത ഗുണത്തിനെ നമ്മൾ ഡോമിനന്റ് ട്രേറ്റ് എന്നാണ് വിളിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഗുണങ്ങളെ ഡോമിനന്റ് ട്രേറ്റ് എന്ന് വിളിക്കാം. ഒളിച്ചിരുന്ന ആളിനെ നമുക്ക് വിളിക്കാവുന്നതാണ് റെസസീവ് ട്രേറ്റ്. ഈ ആളോട് ഒളിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയുള്ള ആളിനെ നമ്മൾ വിളിക്കുന്നതാണ് റെസസീവ് ട്രേറ്റ് അഥവാ ഗുപ്തഗുണം. ഓക്കെ, ഗുപ്തഗുണം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും, ഗുപ്തഗുണം. ഓക്കെ, അപ്പൊ ഡോമിനന്റ് ട്രേറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഇതാണ് ഡോമിനന്റ് ട്രേറ്റ്. മറ്റേത് എന്താണ്? റെസസീവ് ട്രേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഒരു ആനയും ഉറുമ്പും കൂടി നടന്നു പോകാന്ന് വിചാരിക്കാം. ഒരു ആനയും ഉറുമ്പും കൂടി നടന്നു പോകുമ്പോൾ നമ്മൾ ആരെ മാത്രമേ കാണുന്നുണ്ടായിരിക്കുള്ളൂ? ആനേനെ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഉറുമ്പ് അവിടെ ശരിക്കും ഉണ്ട്. കാരണം എന്താ? ആന ഭയങ്കര വലിയ ആളായതുകൊണ്ടാണ്, ആന ഭയങ്കര ഡോമിനന്റ് ആയതുകൊണ്ടാണ് ആനേനെ കാണാനായിട്ട് പറ്റിയത്. പക്ഷെ ഉറുമ്പ് അവിടെ ഇല്ലേ? ഉറുമ്പ് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് രണ്ട് വിപരീത ഗുണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഒരെണ്ണം മാത്രം എക്സ്പ്രസ് ആവും. ആ എക്സ്പ്രസ് ആയ ഗുണത്തിനെ, കാണാൻ പറ്റിയ അപ്പിയർ ചെയ്ത ഗുണത്തിനെ നമ്മൾ ഡോമിനന്റ് ട്രേറ്റ്, പ്രത്യക്ഷപ്പെട്ട ഗുണത്തിനെ പ്രകട ഗുണം എന്ന് വിളിക്കും. ഒളിച്ചിരുന്ന ഒരാളുണ്ട്, ഹിഡൻ ആയിട്ടുള്ളൊരു ട്രേറ്റ് ഉണ്ട്, ഹിഡൻ ഒളിച്ചിരുന്നു, അദ്ദേഹത്തിന് നമ്മൾ റെസസീവ് ട്രേറ്റ്, ഓക്കെ, ഗുപ്തഗുണം എന്നായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക. ഇതാണ് മെന്റലിന്റെ ഒന്നാമത്തെ നിയമം, ലോ ഓഫ് ഡോമിനൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം. രണ്ട് വിപരീത ഗുണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരെണ്ണം മാത്രം എക്സ്പ്രസ് ആവുകയും മറ്റേത് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. എക്സ്പ്രസ് ആയ ഗുണത്തിനെ നമ്മൾ ഡോമിനന്റ് ട്രേറ്റ്, ഒളിച്ചിരുന്ന ഗുണത്തിനെ റെസസീവ് ട്രേറ്റ് അഥവാ പ്രകടഗുണം, ഗുപ്തഗുണം തദൈവ എന്ന് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആദ്യത്തെ നിയമം പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മെന്റലിന്റെ ആദ്യത്തെ നിയമം. ദെൻ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ, ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സെഗ്രിഗേഷനോ, ആദ്യമായിട്ടാണല്ലോ സാർ ഈ ഒരു പേരൊക്കെ നമ്മൾ കേൾക്കുന്നത്. സെഗ്രിഗേഷന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ എഴുതി വെക്കുക. അതെന്താണ്? സെപ്പറേഷൻ എന്നാണ്. സാർ ഇവിടെ വേറൊരു കളറിൽ കൊടുത്തിട്ടുണ്ട്, സെപ്പറേഷൻ, വേർപിരിയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും രണ്ട് ആൾക്കാരെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? എപ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്? ആരെങ്കിലും നമ്മൾ പിടിച്ച് നമ്മൾ അങ്ങനെ ചെയ്തോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു. ഇങ്ങനെ കൂട്ടുകാർ കയ്യും പിടിച്ച് നിൽക്കുന്ന രണ്ട് ആൾക്കാരെ വിടടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഇല്ലേ? എപ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്? ഗാമീറ്റിനെ ഉണ്ടാക്കുന്ന സമയത്ത്, ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത്, ബീജകോശങ്ങളെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പിടിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ രണ്ടാമത്തെ നിയമം പറഞ്ഞത്. വെൻ ഗാമീറ്റ്സ് ആർ ഫോംഡ്, ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ട്രേറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ്. ഓക്കെ, നമുക്ക് നമ്മുടെ എന്താ പറയാ, ഈ പറയുന്ന ഗുണങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെക്കുക. സെഗ്രിഗേഷന്റെ അർത്ഥം എന്താണ്? സെപ്പറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തത് കൊണ്ടാണ് അടുത്ത തലമുറയിലേക്ക് പോയപ്പോൾ, രണ്ടാമത്തെ തലമുറയിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്തത്? ആ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഓരോ തലമുറ തോറും ഇങ്ങനെ മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നുണ്ടായിരുന്നത്? കോമൺലി നമുക്കൊരു പേരിട്ട് വിളിക്കാം, അല്ലീൽസ്. ഓക്കെ, അങ്ങനെ ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീനിന്റെ രണ്ട് വ്യത്യസ്ത തരങ്ങളെ നമ്മൾ അല്ലീലുകൾ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റൻ ആണ്. അതൊന്ന് വരച്ചിടുക. സാറോട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ അല്ലെങ്കിൽ ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ഫാക്ടർ ഈസ് നോൺ ആസ് അല്ലീൽ. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ അതും കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മെന്റലിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മെന്റൽ ഇതുകൊണ്ടൊന്നും നിർത്താനായിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. നമുക്ക് അടുത്തത് നോക്കാനായിട്ടുള്ളത് മെന്റലിന്റെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് മെന്റലിന്റെ രണ്ടാമത്തെ പരീക്ഷണം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മെന്റൽ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഒറ്റ ക്യാരക്ടർ മാത്രം വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ് മെന്റൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ആണല്ലോ. സോ മെന്റൽ ഇനി രണ്ട് ക്യാരക്ടേഴ്സ് എടുക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മെന്റലെ ഒരു ക്യാരക്ടർ എടുത്തപ്പോൾ അതിന്റെ രണ്ട് ട്രേറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സവിശേഷത എടുത്തപ്പോൾ അതിന്റെ രണ്ട് ഗുണങ്ങൾ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെ? ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഗുണങ്ങൾ ഏതൊക്കെയായിരുന്നു? ടോളും ഡ്വാർഫും എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങൾ. ഇനി രണ്ട് ക്യാരക്ടർ എടുക്കാനായിട്ട് പോകുന്നത്. സോ ടോട്ടൽ എത്ര ഗുണങ്ങൾ ഉണ്ടായിരിക്കും? 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? നമുക്ക് അത്തരത്തിലെ രണ്ട് പെയർ ഓഫ്
ക്യാരക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ്, 2 പെയർ ഓഫ് ട്രേറ്റ്സിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഡൈ ഹൈബ്രിഡ്, ഡൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 2 എന്നാണ് അർത്ഥം. സോ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് കേട്ടോ. ഓക്കെ, 2 ജോഡി വിപരീത ഗുണങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഇനി പരീക്ഷണം നടത്താനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും മെന്റൽ എടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫോർ ദാറ്റ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വരച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, വെറുതെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല, അത് വരച്ചിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. സോ ആദ്യം മെന്റൽ എടുക്കുന്ന ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് തന്നെയാണ്. ഓക്കെ, നമുക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാം സ്ക്രീൻ. ഓക്കെ, അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ക്യാരക്ടർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹൈറ്റ് അതായത് ഉയരം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, ടോൾ എന്ന് പറയുന്നതും ഡ്വാർഫ് എന്ന് പറയുന്നതുമാണ്. അതായത് ഉയരം കൂടുതലും ഉയരക്കുറവും. ടോളിനെ നമ്മൾ ക്യാപിറ്റൽ ടി, ഡ്വാർഫിനെ നമ്മൾ സ്മോൾ ടി എന്നാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആദ്യത്തെ ക്യാരക്ടർ. ദെൻ രണ്ടാമത്തെ ക്യാരക്ടർ ഈസ് ലൈക്ക് ഷേപ്പ് ഓഫ് സീഡ്, അതായത് വിത്തിന്റെ ആകൃതി. നമുക്കറിയാവുന്ന ആകൃതി ഏതാണ്, ചിലപ്പോ റൗണ്ട് സീഡ് ആയിരിക്കും. ഓക്കെ, റൗണ്ട്, നല്ല ഉരുണ്ട വിത്ത്. റൗണ്ട് സീഡ്, ഉരുണ്ട വിത്തിനെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. സോ അതിന്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതായിരിക്കും, റിങ്കിൾഡ് ആയിരിക്കും. ഉരുണ്ടതും ചുളുങ്ങിയ വിത്ത്, റിങ്കിൾഡ് സീഡിനെ നമ്മൾ എടുക്കുന്നത്, നമുക്ക് WW എടുക്കാനായിട്ട് പറ്റുമോ, ഇല്ല. എന്താണോ ഇവിടെ എടുത്തിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. സ്മോൾ ലെറ്റർ ആർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 2 ക്യാരക്ടേഴ്സ്. ഇതും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡുമാണ് നമ്മുടെ മെന്റല് എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തും ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തും തമ്മിലാണ് നമ്മൾ ഇനി പരീക്ഷണം നടത്താനായിട്ട് പോകുന്നത്. സോ പരീക്ഷണം നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ 2 ക്യാരക്ടർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ആദ്യം എടുക്കുന്നത് ഏതാണ്, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തിനെ. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ, ടോൾ അതേപോലെ തന്നെ റൗണ്ട്, ഇതാണ് ആദ്യം എടുക്കുന്ന ഒരു ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, 2 ക്യാരക്ടർ ഒരുമിച്ച് എടുക്കണമല്ലോ. സോ ടോൾ പ്ലാന്റിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് നമുക്ക് എഴുതാം. റൗണ്ടിന് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ടോട്ടൽ എത്രയായി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇതാണ് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ലെറ്റേഴ്സ്. സെറ്റ് അല്ലേ? ഇനി നമ്മൾ എടുക്കുന്നത് ഏതായിരുന്നു, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏതായിരുന്നു, ഡ്വാർഫ് പ്ലാന്റ്. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ആയിരുന്നു. ഓക്കെ, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്താണ്. അപ്പൊ ഡ്വാർഫ് പ്ലാന്റിന് നമ്മൾ സ്മോൾ ടി എന്നെടുക്കാം. റിങ്കിൾഡ് സീഡിനെ സ്മോൾ ആർ എന്നെടുക്കാം. ഓക്കെ, സ്മോൾ ടി സ്മോൾ ആർ എന്ന് നമുക്ക് കൃത്യമായിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക, ലെറ്റേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, മോണോഹൈബ്രിഡ് ക്രോസിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, ഗാമീറ്റുകൾ ഉണ്ടാക്കുക. വട്ടമിടുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ മിക്സ് ചെയ്തിട്ടാ പലവക ഒക്കെ പോലെ കിടക്കുന്നത്. നമ്മളിങ്ങനെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ പലവക കിടക്കില്ല, അതേപോലെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ആദ്യം ഈ ടീനെയും സെപ്പറേറ്റ് ചെയ്യണം, ആറിനെയും സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടി സെപ്പറേറ്റ് ചെയ്തു. ഈ സെപ്പറേറ്റ് ചെയ്ത ആറിനെ ടിക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ 2 ഗാമീറ്റുകളെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സെറ്റ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ടീനും സെപ്പറേറ്റ് ചെയ്യുക, ആറിനെ സെപ്പറേറ്റ് ചെയ്യുക. ഈ സെപ്പറേറ്റ് ചെയ്ത ആൾക്കാരെ പിടിച്ച് ഒരുമിച്ച് എഴുതുക, ടി ആർ. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് ആയതുകൊണ്ടാണ് ഒരു ഗാമീറ്റിൽ തന്നെ 2 ക്യാരക്ടേഴ്സ് കേട്ടോ. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിമാ അല്ലേ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം മാത്രം എടുത്താൽ മതി. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണേ, ഒരെണ്ണം മാത്രം നമ്മൾ എടുത്തു. ഇവിടെയും സ്മോൾ ടി സ്മോൾ ആർ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സ്മോൾ ആർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ജീനോ ടൈപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, F1 തലമുറയിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ ഇതിന്റെ ക്യാരക്ടർ നോക്കിയപ്പോൾ ക്യാരക്ടർ എഴുതാനും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ ക്യാരക്ടർ.
അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ സംഭവത്തിൽ എഴുതുന്ന സമയത്ത് നോക്കിയേ ക്യാപിറ്റൽ ടി ഉണ്ട് സ്മോൾ ടി ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ക്യാരക്ടർ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. സോ ടോൾ ആയിരിക്കും ക്യാരക്ടർ. ടോൾ പ്ലാന്റ് വിത്ത് ക്യാപിറ്റൽ ആർ ഉണ്ട് സ്മോൾ ആർ ഉണ്ട് റൗണ്ട്. റൗണ്ട് സീഡ് ആയിരിക്കും ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട്. ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ക്യാരക്ടർ വരുന്നുണ്ടായിരിക്കാം. അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തായിരിക്കും. പക്ഷെ എക്സ്പെരിമെന്റ് സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ആളെ കാണാനില്ല. അതായത് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡിനെ കാണാനില്ല. ഇനി എന്ത് ചെയ്യും? ഇതേ കൺഫ്യൂഷൻ അവിടെ മോണോ ഹൈബ്രിഡിൽ വന്നിട്ടുള്ള സെയിം കൺഫ്യൂഷൻ തന്നെ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? F1 തലമുറയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സന്താനത്തിനെ എടുത്തിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ F1 തലമുറ എടുത്തിട്ട് ഒന്നും കൂടെ സെൽഫ് പോളിനേഷൻ ചെയ്ത് നോക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്യുന്നത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഈ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന പ്ലാന്റിനെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇതിനെ തന്നെ ഇതുമായി വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ മറ്റേതില് എന്താ പറയാ സെയിം ആയിട്ടുള്ള രണ്ടാൾക്കാരെങ്കിലും ഉണ്ടായിരുന്നു. അത് കാരണം ഗാമീറ്റിനെ ഉണ്ടാക്കാൻ ചെറിയൊരു എളുപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഒട്ടും എളുപ്പമില്ല. അപ്പൊ ഇവിടെ ഗാമീറ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. എങ്ങനെയാണ് നമ്മൾ ബീജകോശങ്ങളെ ഉണ്ടാക്കുന്നത്? ബീജകോശങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ബീജകോശങ്ങൾ ഉണ്ടാക്കാൻ ആദ്യം ഈ ടീനെ എടുത്തെഴുതുക. ക്യാപിറ്റൽ ടി. അടുത്തത് ഈ സ്മോൾ ടീനെ എടുത്തെഴുതുക. ഇവിടത്തെ സ്മോൾ ടി, ഇപ്പുറത്തെ സ്മോൾ ടി. ഇങ്ങനെയാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഇനി ആർ ഉണ്ടല്ലോ, ആറിനെ ഓൾട്ടർനേറ്റ് ചെയ്ത് എഴുതുക. അതായത് ആദ്യം ക്യാപിറ്റൽ ആർ എഴുതുക, പിന്നെ സ്മോൾ ആർ എഴുതുക, പിന്നെയും ക്യാപിറ്റൽ ആർ എഴുതുക, പിന്നെയും സ്മോൾ ആർ എഴുതുക. അപ്പൊ നമുക്കൊരു 4 ഗാമീറ്റുകളെ കിട്ടുന്നുണ്ടായിരിക്കും. 4 ഗാമീറ്റുകളെ കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മളിങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ഈ ഒരു 4 സംഭവങ്ങളെ ഇതേപോലെ തന്നെ ഇവിടെയും എടുത്തെഴുതേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇതല്ലേ ലാസ്റ്റത്തെ സ്മോൾ ടി സ്മോൾ ആർ. ഇതായിരിക്കും നമ്മുടെ ഗാമീറ്റ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 16 സന്താനങ്ങളെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾക്ക് എഴുതേണ്ടി വരും. ഭയങ്കര പണി പിടിച്ചതാണ്. എക്സാമിന് പക്ഷേ ഇങ്ങനെ എഴുതാനൊന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കില്ല. എക്സാമിന് ഇങ്ങനെ എഴുതാനൊന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെയാണ് ഓരോ ബോക്സിലും എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ വരുന്നുണ്ടായിരിക്കുക? നമുക്ക് ആദ്യത്തെ ഈ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ബോക്സിൽ നമുക്ക് എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ബോക്സിനകത്ത് ഈ ഒരു ബോക്സിനകത്ത് വരണത് ഈ ഒരു ബോക്സിനകത്ത് ഇവിടത്തെയും ക്യാരക്ടറായിട്ട് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്താ എഴുതുക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്നല്ലേ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഇതെന്തായിരിക്കും ക്യാരക്ടർ വരുന്നുണ്ടായിരിക്കുക? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ അതേപോലെ തന്നെ വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു ബോക്സ് കൺസിഡർ ചെയ്യാണ് അടുത്തത്. ഈ ഒരു ബോക്സ് ആണ് നമ്മൾ ഇനി അടുത്തത് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ബോക്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ബോക്സിനകത്താണെങ്കിൽ എന്താ വരുന്നുണ്ടായിരിക്കുക? ഇതാവുമ്പോൾ ഇതുമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ക്യാപിറ്റൽ ടി ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ഇതും ടോളും റൗണ്ടും തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അടുത്ത ബോക്സ് ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ബോക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഉള്ളത് ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കണം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഇതും ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ടോൾ ആയിരിക്കും, ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് റൗണ്ട് ആയിരിക്കും. സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ഈ ഒരു ബോക്സിലത്തെ കഥയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ ബോക്സിലത്തെ ആണെന്നുണ്ടെങ്കിലോ ഈ ഒരു ബോക്സ് ഇതും അതേപോലെ തന്നെ ഇതുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എഗെയിൻ ടോളും റൗണ്ടും തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ക്യാരക്ടർ എഴുതാൻ പഠിച്ചില്ലേ? അപ്പം ഞാൻ അടുത്തത് ഇതേപോലെ തന്നെ എല്ലാ ബോക്സുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, എഗെയിൻ ടോൾ ആൻഡ് റൗണ്ട്. ദെൻ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ ആണ്. അപ്പോൾ ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ടോളും വരുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്മോൾ ആർ ആണ്. അപ്പോൾ റൗണ്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. എന്തായിരിക്കും ക്യാരക്ടർ? സ്മോൾ ആർ ആരുടെ ആയിരുന്നു? റിങ്കിൾഡിന്റെ ആണ്. സോ ടോൾ വിത്ത് റിങ്കിൾഡ് ആയിരിക്കും ക്യാരക്ടർ വരുന്നുണ്ടായിരിക്കാം. ദെൻ അടുത്തത് ഈ ബോക്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു ബോക്സ് ആണ്. ഈ ഒരു ബോക്സിനകത്താണെന്നുണ്ടെങ്കിൽ ഇതാ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കും? ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ടോൾ എഗെയിൻ വരുന്നുണ്ടായിരിക്കും. ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് എഗെയിൻ റൗണ്ട് എന്ന് തന്നെ നമുക്ക് എഴുതാം. സിമ്പിൾ. ദെൻ ഈ ഒരു ബോക്സിനകത്തോ, ഈ ഒരു ബോക്സ് ആണ് ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ബോക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരെണ്ണം ഇത്, പിന്നെ ഒരെണ്ണം ഇത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അത് എഗെയിൻ എന്താണ്? ടോളും റൗണ്ടും തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ടോളും റൗണ്ടും തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇതാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഈ ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് നമ്മൾ എഴുതുന്ന സമയത്ത് ഇതാ ഏതിനൊക്കെ ആയിരിക്കും? ഇതാണെങ്കിൽ ഇതിനെയുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോൾ ടോൾ ആണ്. ക്യാപിറ്റൽ ആർ വരുമ്പോൾ എഗെയിൻ റൗണ്ട് തന്നെയാണ്. ഓക്കെ. ദെൻ അടുത്തൊരു ബോക്സ് ഇതാണ് അല്ലേ? അടുത്തൊരു ബോക്സ് ഇതായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെയും കൺസിഡർ ചെയ്യണം, ഇതിനെയും കൺസിഡർ ചെയ്യണം. അപ്പൊ ഏതായിരിക്കും? ഈ ഒരു ബോക്സ് ആകുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഏതായിരിക്കും എടാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകുമ്പോൾ എഗെയിൻ ടോൾ ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആകുമ്പോൾ എഗെയിൻ എന്താണ്? റൗണ്ട് തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ദെൻ അടുത്തത് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ഇതാവുന്ന സമയത്ത് ഏതായിരിക്കും എന്ന് നോക്കിയേ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആണ്. പുതിയൊരു ക്യാരക്ടർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഒന്ന് നോക്കിയേ. സ്മോൾ ടി എന്ന് പറയുമ്പോൾ നമുക്ക് ടോൾ എഴുതാൻ പറ്റില്ല, ഡ്വാർഫ് ആയിരിക്കും എഴുതേണ്ടി വരിക. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആയിരിക്കും ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട്. ദെൻ ഇവിടെ ആണെന്നുണ്ടെങ്കിലോ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ഓക്കെ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതെന്താണ്? എഗെയിൻ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് തന്നെയായിരിക്കും ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട്. then അടുത്തത് ഈ ഒരു ബോക്സ് ആയിരിക്കും. ഈ ഒരു ബോക്സിനകത്ത് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കും ഒന്ന് നോക്കിയേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഗെയിൻ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് തന്നെ വരിക. ഓക്കെ. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. ദെൻ ഈ ഒരു ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിനകത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകുമ്പോൾ അഗെയിൻ ടോൾ തന്നെ വരും. സ്മോൾ ആർ ആകുമ്പോൾ റൗണ്ട് അല്ല റിങ്കിൾഡ് ആയിരിക്കും. സ്മോൾ അല്ലേ? സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്താണ്? ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് ആണ്. ദെൻ ഇത് ഈ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കൂ. ഈ ഒരു ബോക്സിലാണെന്നുണ്ടെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതെന്തായിരിക്കും? ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് ആയിരിക്കും. റൗണ്ട് ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ഇതാണ് നമ്മൾ കാത്തിരുന്നത്. ഓക്കെ. കാത്തിരുന്ന ഒരു ബോക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ. സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ്, അതായത് ഉയരം കുറഞ്ഞ
ചുളുങ്ങിയ വിത്ത്. ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട എല്ലാ പണിയെടുത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ബോക്സ്. വലിയൊരു ബോക്സ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടായിരിക്കും. പക്ഷെ ഓരോ ബോക്സും നല്ല കൃത്യമായി നോക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ ഈ ഒരു ബോർഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാർ ഇതിന്റെ ശരിക്കുള്ള സ്ലൈഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് എങ്ങനെ എഴുതണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാർ ഇതെല്ലാം പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഓരോ ബോക്സിലും എഴുതുന്നത് വ്യത്യാസമാവുന്നുണ്ടായിരിക്കും. അപ്പൊ അത് എങ്ങനെ നിങ്ങൾക്ക് എഴുതാം, എക്സാമിന് ഇത് മൊത്തം ഈ ഒരു 16 എണ്ണം വലിച്ചു വാരി എഴുതാനൊന്നും ചോദിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബോക്സ് ഇങ്ങനെ ബോക്സ് തന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു ഭാഗം നിങ്ങളോട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പൂരിപ്പിക്കാനൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം ഈ ഒരു രീതിയിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ബോക്സ് ഒക്കെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എൻ്റെ എല്ലാ മക്കളും പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റർ വളരെ ബുദ്ധിമുട്ടുള്ള എന്നാൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിംപിളി നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ എല്ലാ മക്കളും കൃത്യമായിട്ടൊന്ന് നോക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഈ ഒരു സംഭവം എഴുതി അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ള ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എങ്ങനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എങ്ങനെ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ള കാര്യങ്ങളാണ്. എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നതിന്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അതിന്റെ കാര്യങ്ങൾ, ഇതിൽ നിന്നും കുറെ നിയമങ്ങളൊക്കെ നമ്മുടെ മെന്റൽ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. സാർ ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ ഓഫ് 2 ക്യാരക്ടേഴ്സ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ദെൻ സ്മോൾ ടി സ്മോൾ ആർ ഗാമീറ്റിനെ ഉണ്ടാക്കി അതിങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം എക്സാക്ട് ഫിഗർ ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഫിഗർ കൂടിയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഉയരം കൂടിയ ഉരുണ്ട വിത്ത് ഫിഗർ ഉണ്ടോ, ദെൻ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്. ഇത് ക്രോസ് ചെയ്ത സമയത്ത് ഉയരം കൂടിയ ഉരുണ്ട വിത്ത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൺഫ്യൂഷൻ ആയപ്പോൾ എന്ത് ചെയ്തു, സെൽഫ് പോളിനേഷൻ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഗാമീറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബോക്സിലും ഈ ഒരു രീതിയിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സാർ ഇത് ആദ്യം തന്നെ എഴുതിയത് കൊണ്ട് സാർ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയ സമയത്ത് നമുക്കിങ്ങനെ ഏതായിരുന്നു, ലാസ്റ്റത്തെ ആളെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചെക്കർ ബോർഡ് എഴുതി അവസാനിപ്പിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡിനെ വെച്ചിട്ടല്ലേ. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡിനെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഓക്കെ, ഉയരം കൂടിയ ഉരുണ്ട വിത്താണ്. ഓക്കെ, ഉരുണ്ട വിത്താണ്. ദെൻ ഇതിനെ ആരുകൊണ്ടായിരുന്നു നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് കൊണ്ടായിരുന്നു. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത് കൊണ്ടായിരുന്നു. അത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇതേ ക്യാരക്ടറുള്ള എത്ര എണ്ണം വെച്ച് കിട്ടി നിങ്ങൾ എണ്ണി നോക്കി. ഉയരം ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 ടോട്ടൽ 9 എണ്ണമാണ് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 9 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത് നമുക്ക് ഒരെണ്ണം, ലാസ്റ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ, ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാത്ത പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കി കണ്ടുപിടിച്ചേ, ഏതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ക്യാരക്ടേഴ്സ്. ടോളിന്റെ കൂടെ എപ്പോഴും റൗണ്ട് ആയിരുന്നില്ല, ടോളിന്റെ കൂടെ ഇടയ്ക്ക് റിങ്കിൾഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടോളിന്റെ കൂടെ നമുക്ക് റിങ്കിൾഡും കൂടെ കിട്ടി. എത്ര എണ്ണം വെച്ചിട്ടാണ് കിട്ടിയത്, ടോളിന്റെ കൂടെ റിങ്കിൾഡ് 3 എണ്ണമായിരിക്കും. കൃത്യമായി എണ്ണി നോക്കി കഴിഞ്ഞാൽ 3 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. 1 2 3.
അതേപോലെ തന്നെ ഡ്വാർഫിന്റെ കൂടെ എപ്പോഴും റിങ്കിൾഡ് ആയിരുന്നില്ല, ഇടയ്ക്കൊക്കെ റൗണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, റൗണ്ടും കൂടെ ഉണ്ടായിരുന്നു. അതും നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നത്? 3 കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു റേഷ്യോ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ്. നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ വെച്ചിട്ടുള്ള ഫീനോട്ടിപ്പിക് റേഷ്യോ മാത്രമേ പഠിക്കാനുള്ളൂ. ജീനോട്ടിപ്പിക് റേഷ്യോ ഏതാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഓരോന്നാ നമുക്ക് ബുദ്ധിമുട്ടാണ്. എക്സാമിന് ഇതേ ചോദിക്കുള്ളൂ. 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ഇങ്ങനെ കിട്ടാനായിട്ടുള്ള കാരണം, നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആണെന്നുണ്ടെങ്കിലും ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് ആണെന്നുണ്ടെങ്കിലും, പക്ഷെ പുതിയ 2 ക്യാരക്ടേഴ്സ് പെട്ടെന്നുണ്ടായതാ. അപ്പൊ മെന്റലിനും ഡൗട്ടായി, ഇത് എന്താണ് ഇങ്ങനെ, ഞാൻ തുടങ്ങിയത് ഇത് വെച്ചിട്ടായിരുന്നില്ലേ, പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കായാലും ഡൗട്ട് വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതേപോലത്തെ ഡൗട്ട് മെന്റലിനും വന്നു. അപ്പൊ ഇതെങ്ങനെ ആണ് വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മെന്റല് പുതിയ ഒരു നിയമം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഡെയിലി ലൈഫിലത്തെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് എന്ത് ചെയ്യാം, നമുക്കതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ, ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും എൻ്റെ മക്കൾ. ഫുഡീസാണോ നിങ്ങളൊക്കെ? എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഫുഡീസാണോ? ഓൾമോസ്റ്റ് എല്ലാവരും ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ഫുഡ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരു നോർമൽ ചായക്കടയിലോ അല്ലെങ്കിൽ കുഞ്ഞൊരു ഹോട്ടലിലോ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ചിലപ്പോൾ അവിടെ പുട്ടുണ്ടായിരിക്കാം, അപ്പം ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ പൊറോട്ട ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. ചുമ്മാ വിചാരിക്കാം, പുട്ട്, അപ്പം, പൊറോട്ട, ഇതാണ് നമുക്ക് കിട്ടിയതൊരു സാധനം. ദെൻ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ ചിലപ്പോൾ കടലയായിരിക്കും അല്ലേ, കടലയായിരിക്കും നോർമലി തരുന്നുണ്ടായിരിക്കാം. അപ്പത്തിൻ്റെ ഒപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു മുട്ടക്കറി അല്ലേ, മുട്ടക്കറി. ആൻഡ് പൊറോട്ടയുടെ ഒപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ബീഫാണല്ലോ. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കോംബോ ഇങ്ങനെയായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ പുട്ടിൻ്റെ ഒപ്പം കടല തന്നെയാണോ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുക? പുട്ടിൻ്റെ ഒപ്പം ഇടയ്ക്ക് നമുക്ക് മുട്ടക്കറി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. പുട്ടിൻ്റെ ഒപ്പം നമുക്ക് ബീഫ് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി കഴിക്കും. അതേപോലെ തന്നെയാണ് അപ്പത്തിൻ്റെ ഒപ്പം കടലക്കറി, കുഴപ്പമില്ല, അപ്പത്തിനൊപ്പം മുട്ടക്കറി സെറ്റാണ്, അപ്പത്തിനൊപ്പം ബീഫ് എന്താ കഴിച്ചുകൂടെ? ദെൻ പൊറോട്ടയുടെ ഒപ്പം എപ്പോഴും നമ്മൾ ബീഫ് കഴിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ മുട്ടക്കറി കഴിക്കും, ചിലപ്പോൾ നമ്മൾ കടലയും കഴിക്കും. ഇത് കഴിക്കാനായി നമുക്ക് പറ്റിയത് എന്തുകൊണ്ടാ? ഇവരൊക്കെ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് അല്ലേ. പുട്ട് ഇൻഡിപെൻഡന്റ് ആണ്, അപ്പം ഇൻഡിപെൻഡന്റ് ആണ്, പൊറോട്ട ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള എന്താ പറയാ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മളൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്, നമ്മളൊക്കെ സ്വതന്ത്രരാണ്. അപ്പോൾ അത്തരത്തില് ഇവിടെയും ആ ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ടോൾ പ്ലാന്റ് ആദ്യം ആരുടെ കൂടെയായിരുന്നു? ടോൾ ആരുടെ കൂടെയായിരുന്നു? റൗണ്ടിന്റെ കൂടെയായിരുന്നു. അതേപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് ആരുടെ കൂടെയായിരുന്നു? റിങ്കിൾഡന്റെ കൂടെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോളിന് റൗണ്ടിനെ മടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ടോള് റിങ്കിൾഡിന്റെ കൂടെ പോയി. ദെൻ ഡ്വാർഫിന് കുറച്ച് കഴിഞ്ഞപ്പോൾ റിങ്കിൾഡിനെ മടുത്തു, ഡ്വാർഫ് റൗണ്ടിന്റെ കൂടെ പോയി. ഇത് പറ്റിയത് എന്തുകൊണ്ടാ? ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാ, സ്വതന്ത്രരായതുകൊണ്ടാ, ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്നതാണ്, ഈ ഒരു നിയമത്തിനെ വിളിക്കുന്നതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതാണ് നമ്മുടെ മെന്റലിന്റെ 3ാമത്തെ നിയമം. നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. അടുത്ത ജനറേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പുതിയ ക്യാരക്ടർ നമുക്ക് തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നാണ് നമ്മുടെ 3ാമത്തെ നിയമത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഈച്ച് ട്രേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്ലി ടു ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിംഗ് ഈച്ച് അതർ. അതായത് പരസ്പരം പുതിയ ക്യാരക്ടേഴ്സ് പരസ്പരം കൂടിക്കലരാതെ അടുത്ത ജനറേഷനിലേക്ക് വ്യാപിക്കുന്നു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പുതിയ ക്യാരക്ടർ അവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം. ആ നിയമം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഈ നീല കളറിലുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. ഓക്കെ, നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിരുന്നു. പുട്ട് എന്താ പറയുക, പുട്ട്, കടല, അതേപോലുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയതുപോലെ തന്നെ ഈ ടോള്, ഡോർഫ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ജനറേഷനിലേക്ക് പോയപ്പോൾ പുതിയ ക്യാരക്ടർ അവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്നുള്ളത് എന്ത് ചെയ്യുക, എൻ്റെ എല്ലാ മക്കളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു നിയമമാണ് നമ്മുടെ 2ാമത്തെ ക്രോസിൽ നിന്നും, അതായത് ഡൈ ഹൈബ്രിഡ് ക്രൂസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്തൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.